നമസ്കാരം കൂട്ടുകാരെ, ഞാൻ രാധാകുളം. ആദ്യമായി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പ്രത്യേക ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, ആ ടീച്ചറിൻ്റെ മോനെ ടീച്ചർ ഒരുപാട് അടിച്ചു നിന്നല്ലേ, എന്നിട്ട് ആ പാടൊക്കെ എന്നെ കാണിച്ചു. അപ്പോൾ ഇന്നത്തെ അമ്മമാർക്ക് കുട്ടികളെ എങ്ങനെ വളർത്തണമെന്നുള്ളതിൽ വളരെ കൺഫ്യൂഷനല്ലേ. ചിലവർ ഒരുപാട് അടിയൊക്കെ കൊടുത്ത് പറഞ്ഞാൽ കേൾപ്പിക്കാൻ ശ്രമിക്കും. ഒരുപാട് പേര് കൂടുതൽ ലാളന കൊടുത്ത് പറഞ്ഞാൽ കേൾപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ ഇതൊന്നും അല്ല ആക്ച്വലി അതൊന്നും അല്ല ചെയ്യേണ്ടത്. ആക്ച്വലി ശിക്ഷയ്ക്ക് ശിക്ഷ കൊടുക്കണം. പക്ഷെ നമ്മൾ പണ്ട് കാലം മുതൽക്ക് നമ്മുടെ അച്ഛന്മാരുടെ അപ്പൂപ്പന്മാരുടെ അവരുടെ അച്ഛന്മാരുടെയൊക്കെ കാലം തൊട്ടേ നമ്മൾ 2-3 തലമുറ തൊട്ടേ നമ്മൾ കാണുന്ന ഒരു വിഷയം എന്ന് പറയുമ്പം നമ്മൾ കുഞ്ഞുങ്ങളെ അടിച്ച് വളർത്തണം അല്ലേ, എങ്ങനെയാണ് പറയുന്നത്, ഉലക്കയും കൊണ്ട് വേണമെങ്കിലും അടിച്ച് വളർത്താമെന്ന് പറയും. പക്ഷെ അതൊക്കെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. നമ്മളെല്ലാം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ അടിക്കാനിരുന്ന് കഴിഞ്ഞാൽ അതേ നടക്കത്തുള്ളൂ. അപ്പോൾ എനിക്കറിയാവുന്നതായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രായോഗികമാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ മക്കളാകാൻ പ്രായമുള്ള കുഞ്ഞുങ്ങൾ, മക്കളാകാൻ പ്രായമുള്ള കുട്ടികളായിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ അനുസരണയുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർത്താമെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ, ഞാൻ അധികം പറയുന്നില്ല, ഞാൻ 2 സെക്ഷനായിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ പോയിൻറ്റ്സ് നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ പൊതിരെ തല്ലുന്നതിനോട് എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. ഒരു കാരണവശാലും നമ്മൾ ഒരു പരിധി കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ തല്ലാൻ പാടില്ല. ഇപ്പം 5 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിവുണ്ട്, അവർക്ക് പ്രായമായി, അവർക്ക് നല്ലപോലെ അവർക്ക് തിരിച്ചറിവുണ്ട്. അപ്പോൾ നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പം അവരൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ തവണ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു കാരണവശാലും നിങ്ങൾ വടിയെടുത്ത് വീട്ടിൽ വെച്ചേക്കാതിരിക്കുക. കാരണം ഒരു ആവേശത്തിന് നമ്മൾ കുഞ്ഞുങ്ങളെ തല്ലിപ്പോവും. അതൊരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ്. നമ്മൾ വീട്ടിൽ ഒരു കാരണവശാലും, ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്, നമ്മളൊരു കാരണവശാലും വടികൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല. അപ്പം എനിക്കും ഒരു ഉദാഹരണമുണ്ട്. എൻ്റെ ഹസ്ബൻഡ് നല്ല ചൂടനായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ മോനെ ഇഷ്ടം പോലെ തല്ലിയിരുന്നു. ഞാൻ എപ്പോഴോ സ്കൂളിൽ നിന്ന് ഒരു ചൂരൽ അവനെ പേടിപ്പിക്കാനായിട്ടൊക്കെ കൊണ്ടുവച്ചിരുന്നു. അവനെ എപ്പോഴും അത് കാലിൻ്റെ മുട്ടിൻ്റെ താഴെവശത്ത് അടിക്കുന്നതെങ്കിൽ പോലും എപ്പോഴും ശിക്ഷ കിട്ടിയിരുന്നു അവന്. ഞാൻ അവസാനം ആ വടിയെടുത്ത് മുറിച്ച് കളയുകയാണ് ചെയ്തത്. അപ്പം ശിക്ഷ ഒരിക്കലും, ഈ അടി ഒരിക്കലും ഒന്നിനൊരു പരിഹാരമല്ല. അപ്പം നമ്മൾ എന്താണ് ഈ കുഞ്ഞുങ്ങൾ ചെയ്ത തെറ്റ് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. 5 വയസ്സിന് മുകളിലോട്ട് പറയുമ്പം നമുക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ ആ പേരൻ്റ്, ആ അമ്മയും അച്ഛനും ആ തെറ്റ് ഒരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാവാൻ പാടില്ല. ഇപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയും, മക്കളെ TV കാണാതിരിക്കുക, TV കാണണ്ട, പോയി പഠിക്കുക എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കൾ TV വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തന്നെ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ മക്കൾ കൂടുതൽ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നല്ലവരാകണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെക്കണം, സാക്രിഫൈസ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പം പിന്നെ അവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോമിസ് കൊടുത്ത് നമുക്കവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അപ്പം ഞാൻ മോൻ ഈ ഹോംവർക്ക് മൊത്തം ചെയ്യാൻ, അല്ല മോളെയും ഹോംവർക്ക് വല്ലതും ചെയ്ത് കഴിയുവാണെങ്കിൽ, നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഔട്ടിങ്ങിന് കൊണ്ടുപോകാം, അല്ലെ ഞാനൊരു ചോക്ലേറ്റ് വാങ്ങിച്ച് തരാം എന്നൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വാഗ്ദാനങ്ങൾ അവർക്ക് കൊടുത്തിട്ട് ഒരിക്കലും അത് ചെയ്യാതിരിക്കരുത്, അവർക്ക് ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും ഒരുപോലല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആദ്യത്തെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ കുട്ടികളും ഒരുപോലല്ല. ചില കുട്ടികൾക്ക് കുസൃതി അല്പം കൂടുതലായിരിക്കും. അപ്പോഴ് ഈ വന്ന കാലത്ത് കുട്ടികളെ വളർത്തുന്നത് അമ്മമാർക്കൊരു ടാസ്ക് തന്നെ അല്ലേ. പിന്നെ നമ്മുടെ ചെറുതിലെ നമ്മൾ എങ്ങനെയായിരുന്നോ അതുപോലൊക്കെ നമ്മുടെ മക്കളും വരും അല്ലേ, അങ്ങനല്ലേ? എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അങ്ങനെയാണ്. നമ്മുടെ ഒരു രീതിയിലൊക്കെ തന്നെ ഏകദേശം നമ്മുടെ മക്കളും വരും. അപ്പോൾ അത് ജനറ്റിക്കാണ്. പിന്നെ ഇപ്പം വിഷയം എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കും,
പക്ഷെ അവർ കുസൃതി ഒത്തിരി കൂടുതലായിരിക്കും അവർക്ക്. അപ്പോൾ അവരെ നമുക്കെങ്ങനെ മിടുക്കരാക്കാം. അവർ പഠിക്കാൻ നല്ലവരായിരിക്കും, മറ്റ് ജോലികളിലൊക്കെ നല്ലവരായിരിക്കും, പക്ഷെ കുസൃതി അല്പം കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ നമുക്കവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നുള്ളതും നമുക്ക് നോക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്ട്രിക്റ്റ് അല്ല, നമ്മൾ ഒരുപാട് സ്ട്രിക്റ്റ് ആവാതിരിക്കുക, അതേപോലെ തന്നെ ഒരുപാട് ഫ്രീഡവും കൊടുക്കാതിരിക്കുക. നമ്മൾ പറയാറുണ്ട് ഈ കിളിക്കുഞ്ഞിനെ പോലാണ് നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് മുറുക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് ചത്തുപോകും, ഒരുപാട് അയച്ചു പിടിച്ചു കഴിഞ്ഞാൽ അത് പറന്നു പോകും. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റു കുട്ടികളുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും കമ്പയർ ചെയ്യാതിരിക്കുക, ഒരുപാട് അവരെ ശിക്ഷ കൊടുക്കാതിരിക്കുക. കുഞ്ഞുങ്ങൾ എന്നുള്ള പരിഗണന വെച്ച് തന്നെ നമ്മൾ ശിക്ഷ കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടേതായുള്ള കഴിവുകളുണ്ട്. അപ്പോൾ ആ കഴിവിനെ മനസ്സിലാക്കി അവരെ അതിൽ പ്രോത്സാഹിപ്പിക്കുക, നമ്മൾ നല്ല അപ്രീസിയേഷൻ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാൻ കണ്ടിടത്തോളം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു എക്സലൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും 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 നല്ല രീതിയിൽ എഴുതാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. അപ്പം നമ്മൾ നല്ല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം. അതേപോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ വരണം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ നല്ല വാക്കുകൾ അവർക്ക് വേണ്ടി നമ്മൾക്ക് വരണം. പിന്നെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ മക്കളിൽ അത് പ്രാവർത്തികമാക്കുക. അപ്പം ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് നമ്മൾ മാക്സിമം അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അവരെന്ത് തെറ്റാണ് ചെയ്യുന്നത്, അതിൻ്റെ കാഠിന്യം എത്ര വലുതാണ് എന്ന് നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുക. അതേസമയം നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക, അവരുടെ മുന്നിൽ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക. അപ്പം നമ്മൾ TV കാണുന്നു, നമ്മൾ മൊബൈൽ ഫോൺ കാണുന്നു, നമ്മളേതായിട്ടുള്ള ടൈം പാസ് ചെയ്യുന്നു. ആ സമയത്ത് പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾ പഠിക്കത്തില്ല. 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു 7ാം ക്ലാസ് വരെ നമുക്ക് ട്യൂഷന് വിടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. സ്കൂളിൽ എന്തൊക്കെ പഠിച്ചു അത്രയ്ക്കുള്ളതൊക്കെയുള്ളൂ പഠിക്കാനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തൊക്കെ നമ്മൾ പഠിച്ചു, ഹോംവർക്ക് എടുത്തുകൊണ്ട് വന്നേ നോക്കട്ടെ, ഇന്ന് എന്താ എഴുതിച്ച്, എത്ര വെരി ഗുഡ് കിട്ടി, എത്ര എക്സലന്റ് കിട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ അവർക്ക് പകുതി നമ്മളോടൊരു കൂടുതലൊരു അടുപ്പം വരും. അപ്പം കുഞ്ഞുങ്ങളെ തള്ളി ഉന്തിയും ട്യൂഷന് വിടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ട്യൂഷന് വിടുക എന്ന് പറഞ്ഞാൽ ഞാനും കുറച്ചൊക്കെ ട്യൂഷൻ എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ ട്യൂഷൻ എടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ ടീച്ചർക്ക് പല കുട്ടികളെയാണ് കിട്ടുന്നത്. അപ്പോൾ ആ പല കുട്ടികൾ പല ക്ലാസ്സുകളിലെയാണ്. ഇപ്പം നമുക്ക് 1 2 2 കാണത്തുള്ളൂ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ ഒരിക്കലും ഒരു ട്യൂഷൻ ടീച്ചർ അത്ര ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കണം എന്നില്ല. അവർ പഠിപ്പിക്കത്തില്ല, ആത്മാർത്ഥത ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കുഞ്ഞുങ്ങളെ 1 2 പേരെ നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ ഒരിക്കലും ആവത്തില്ല ഒരുപാട് എണ്ണത്തിൻ്റെ ഇടയ്ക്കിരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ട്യൂഷൻ സമ്പ്രദായം നിർത്തിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറി. വീട്ടിലെ പ്രശ്നങ്ങൾ മാറാനാണ് നമ്മൾ ട്യൂഷന് വിടുന്നത്. അത് വേണ്ടാന്ന് വെക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അവർക്ക് പ്രോമിസ് കൊടുക്കണ്ടേ, കളിക്കാൻ വിടാമെന്ന് അവരോട് പറയുക, കുറച്ച് സമയം അവരെ കളിക്കാൻ അനുവദിക്കുക. അതേപോലെ തന്നെ നമ്മളൊരു കാര്യം അവരോട് പറഞ്ഞ് സാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല, ഇനി അത് പറ്റത്തില്ല, അത് കഴിഞ്ഞ കാര്യമല്ലേ, ഇനി ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. പിന്നെ അത് ചെയ്യാതിരിക്കുന്നു വരും. അപ്പം അങ്ങനെ ഒരു കാര്യം നമ്മൾ പറഞ്ഞവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ കളിക്കുന്ന സമയം കുറച്ച് വേണേ അവരെ ഒന്ന് ശിക്ഷിക്കാം. നമ്മളിപ്പോൾ 1 മണിക്കൂർ അവരെ കളിക്കാൻ അനുവദിക്കുന്ന 1/2 മണിക്കൂറായിട്ട് അത് ചുരുക്കാം. ഇല്ല, പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട് 1/2 മണിക്കൂറേ കളിക്കാൻ സമ്മതിക്കത്തുള്ളൂ, അല്ലെ ഇന്ന് കളിക്കാനായിട്ട് സമ്മതിക്കത്തില്ല, പറഞ്ഞാൽ കേൾക്കാമോ എന്നുള്ള രീതിയിൽ അവർക്ക് ശിക്ഷയൊക്കെ കൊടുത്ത് ആ കുഞ്ഞു ശിക്ഷകൾ കൊടുത്ത് നമുക്കവരെ നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റുന്നത് നമ്മളോട് വന്ന് പറയുക, എനിക്ക് ഇന്നതുപോലെ ഒരു അബദ്ധം പറ്റിയ അമ്മേ, ഞാൻ എന്തോ ചെയ്യേണ്ടതെന്ന് ചോദിക്കാമെന്ന് തീർച്ചയായിട്ടും അവരോട് പറയണം.
അബദ്ധമല്ലേ, ഇനി മോൻ ആവർത്തിക്കല്ലേ, അല്ലെങ്കിൽ മോൾ ഇതനി ആവർത്തിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കറേജ് കൊടുക്കുക, അവർക്ക് ഒരു കറേജ് കൊടുക്കുക, ഇനി അതിങ്ങനെ ചെയ്യല്ലേ. വീണ്ടും അത് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഏജ് അനുസരിച്ച് അതിന് തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് കൊടുക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇപ്പം നമ്മളൊരു കാര്യം ഒരു ശിക്ഷാരീതി പറയുവാണെങ്കിൽ ആ ശിക്ഷയിൽ തന്നെ നമ്മൾ മാക്സിമം ഒതുങ്ങി നിൽക്കാൻ നോക്കണം. ഒരു ദിവസം പിടിച്ചിട്ട് കുറേ അടിച്ചു, ഒരു ദിവസം കളിക്കാൻ അനുവദിച്ചില്ല, ഒരു ദിവസം ആഹാരം കൊടുക്കാതിരുന്നു, അങ്ങനെയൊക്കെ മാറി 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 ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ച് എല്ലാം ഇതിന് ഉൾപ്പെട്ടു എന്നെനിക്ക് തോന്നുന്നു. ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാറുണ്ട്. അതെല്ലാം വന്നോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നത് കൊണ്ട് ഞാൻ ഇന്ന് ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അത് ഇഷ്ടമായി എന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ, കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മോശമായാലും നല്ലതായാലും കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.